അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വീക്ഷകരെ, നിന്ദ്യമായ ഒരു ചെറിയ ജീവിയെ കേന്ദ്രീകരിച്ച് ഒരു മുഴുവൻ അധ്യായം വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ആ അധ്യായം സൂറത്ത് അൻ-നംൽ എന്നാണതിൻ്റെ അർത്ഥം, ഉറുമ്പ് എന്നാണ്. അള്ളാഹു ഈ ചെറിയ ജീവിക്ക് അത്രയും പ്രാധാന്യം നൽകിയ ഒരു സൂറത്തിന് അതിൻ്റെ പേര് നൽകി. വീട്ടിൽ ഉറുമ്പുകളെ കൊല്ലുന്നത് ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തുന്നു. ഉറുമ്പുകളുടെ വരവ് ചിലപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശമായോ അടയാളമായോ കാണാം. ഈ കഥയിലൂടെ ഈ ചെറിയ ജീവി അള്ളാഹുവിൻ്റെ കണ്ണിൽ എന്തുകൊണ്ട് ഇത്ര പ്രത്യേകമാണെന്നും അതിൻ്റെ പിന്നിലെ രഹസ്യമെന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം നദീതീരത്ത് അള്ളാഹുവിനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ഉറുമ്പ് ഭക്ഷണമെടുത്ത് നദിയിലേക്ക് നീങ്ങുന്നത് അവിടെ കണ്ടു. ഉറുമ്പ് പതുക്കെ ശ്രദ്ധയോടെ നദിയുടെ അരികിലെത്തി. അപ്പോൾ ഒരു തവള വെള്ളത്തിൽ നിന്ന് പുറത്തുവന്ന് വായ തുറന്നു. ഉറുമ്പ് തവളയുടെ വായിലേക്ക് ശാന്തമായി നടന്നു. ഇത് കണ്ട സുലൈമാൻ നബി അലൈഹിസ്സലാം തവള ഉറുമ്പിനെ തിന്നുമെന്ന് കരുതി. എന്നാൽ തുടർന്ന് നടന്നത് അത്ഭുതകരമായിരുന്നു. തവള വായ അടച്ച് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി. കുറച്ചു സമയത്തിന് ശേഷം തവള മുകളിലേക്ക് വന്നു വായ തുറന്നപ്പോൾ അതേ ഉറുമ്പ് സുരക്ഷിതമായി പുറത്തിറങ്ങി. എന്നാൽ ഉറുമ്പ് ആദ്യം കൊണ്ടുപോയ ഭക്ഷണം അതിൻ്റെ വായിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. പക്ഷികൾ, മൃഗങ്ങൾ, പ്രാണികൾ, മരങ്ങൾ എന്നിവയുമായി സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ച ഏക പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. അവിടെ ഉറുമ്പിനെ വിളിച്ച് ചോദിച്ചു, നിന്നെ ഞാൻ ഭക്ഷണവുമായി കണ്ടു. തവളയുടെ വായിലേക്ക് നീ കയറി പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഭക്ഷണമില്ല. എന്താണ് സംഭവിച്ചത്? ഉറുമ്പ് വിനയത്തോടെ മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ നദിക്കടിയിൽ ഒരു കല്ലിനടിയിൽ താമസിക്കുന്ന ഒരു പുഴുവിന് ഭക്ഷണമെത്തിക്കുന്നു. ആ പുഴു പുറത്തുവരാനോ ഭക്ഷണം ശേഖരിക്കാനോ കഴിയാത്ത വിധം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എനിക്ക് ആ ജോലി അള്ളാഹു നൽകി. തവള എന്നെ വായിലെടുത്ത് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ആ പുഴുവിന് ഭക്ഷണം നൽകുന്നു, അത് തൃപ്തിപ്പെടുന്നു. പിന്നീട് തവള എന്നെ തിരികെ കരയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, നീ പുഴുവിന് ഭക്ഷണം നൽകുമ്പോൾ അതെന്തെങ്കിലും പറയാറുണ്ടോ? ഉറുമ്പ് മറുപടി പറഞ്ഞു, അതെയോ ദൂതരെ, അത് എപ്പോഴും പ്രത്യേകമായി എന്തോ പറയുന്നു. എന്താണത് പറയുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഉറുമ്പ് പറഞ്ഞു, അത് പറയുന്നു, കരുണാമയനും സർവം നൽകുന്നവനുമായ അല്ലാഹു ഈ ആഴക്കടലിനടിയിൽ പോലും എന്നെ മറന്നിട്ടില്ല. പിന്നെ തന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹനീയനായ മനുഷ്യനെ അവൻ എങ്ങനെ മറക്കും? അതുപോലെ ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ വലിയ സൈന്യവുമായി മുന്നേറുകയായിരുന്നു. അപ്പോൾ ഒരു ഉറുമ്പ് മറ്റുള്ളവരെ മുന്നറിയിപ്പ് നൽകി, ഓ ഉറുമ്പുകളെ, വേഗം നിന്റെ വീടുകളിലേക്ക് മടങ്ങൂ, സുലൈമാനും അവന്റെ സൈന്യവും അറിയാതെ നിന്നെ ചവിട്ടിമെതിക്കാതിരിക്കാൻ. ഈ വാക്കുകൾ കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു, അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ഓ അള്ളാഹു, ഈ ഉറുമ്പിന്റെ ഭാഷ മനസ്സിലാക്കാൻ നീ എനിക്ക് കഴിവ് നൽകിയതിനാൽ നിന്റെ സൃഷ്ടികളോട് നീതിയും ദയയും പുലർത്താൻ എനിക്ക് ശക്തി നൽകണമേ. ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു, വീട്ടിൽ ഉറുമ്പുകൾ പതിവായി പ്രത്യക്ഷപ്പെടുന്നത് അനുഗ്രഹങ്ങളും ഉപജീവനവും ആ വീട്ടിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ്. അള്ളാഹു ഉപജീവനം വർദ്ധിപ്പിക്കുന്നിടത്ത് ഉറുമ്പുകൾ സ്വാഭാവികമായി എത്തുന്നു. ഉറുമ്പുകളെ ശല്യമായി കാണാതെ അവയെ പ്രതീക്ഷയുടെ അടയാളമായി കാണുക. ഉറുമ്പുകൾ മുട്ടകളുമായി വന്നാൽ ഉപജീവനത്തിലും സാമ്പത്തിക സുഖത്തിലും വളർച്ചയെ സൂചിപ്പിക്കുന്ന ശുഭസൂചന. അരിപാത്രത്തിൽ നിന്ന് കറുത്ത ഉറുമ്പുകൾ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടമോ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതോ. ആഭരണപ്പെട്ടിയിൽ ഉറുമ്പുകൾ സ്വർണം, ആഭരണങ്ങൾ അല്ലെങ്കിൽ വിലപ്പെട്ട എന്തെങ്കിലും ലഭിക്കുമെന്ന സൂചന. വീടിന്റെ വടക്ക് ഭാഗത്ത് ഉറുമ്പുകൾ സന്തോഷം, വൈകാരിക സമാധാനം, കുടുംബ ഐക്യം. പടിഞ്ഞാറ് ഭാഗത്ത് ഉറുമ്പുകൾ വിദേശയാത്ര, പുതിയ അവസരങ്ങൾ, മെച്ചപ്പെട്ട ഭാവി. ഉറുമ്പുകളെ കൊല്ലരുത്. നമ്മൾ പലപ്പോഴും ഉറുമ്പുകളെ കീടനാശിനികൾ ഉപയോഗിച്ച് ക്രൂരമായി കൊല്ലുന്നു. എന്നാൽ അവ ദോഷം വരുത്താത്തിടത്തോളം കാലം അവയെ കൊല്ലരുത്. വിഷമോ ദോഷമോ ഉണ്ടാക്കാത്ത ഭക്ഷണമോ വസ്തുക്കളോ നശിപ്പിക്കാത്ത ഉറുമ്പുകളെ ശല്യപ്പെടുത്തേണ്ടതില്ല. അവയുടെ ഉപജീവനവും അള്ളാഹുവിൽ നിന്നാണ് നമ്മുടേതുപോലെ. അതുപോലെ മറ്റൊരു കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വഴിയിൽ നടക്കുമ്പോൾ ഒരു ഉറുമ്പ് കമിഴ്ന്നു കിടന്ന് കാലുകൾ അനക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ലോകനാഥനേ, ഞങ്ങളും നിന്റെ സൃഷ്ടികളാണ്. മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. മഴ വരാത്ത പക്ഷം ഞങ്ങൾ നശിച്ചു പോകും. ഈ ഹൃദയസ്പർശിയായ പ്രാർത്ഥന
സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, നമുക്ക് മുന്നോട്ടു പോകേണ്ട. മറ്റൊരാളുടെ പ്രാർത്ഥന മൂലം മഴ വന്നിരിക്കുന്ന നമുക്ക് മടങ്ങാം. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിയും അവനെ സ്തുതിക്കുന്നു, പ്രത്യേകിച്ച് ഉറുമ്പുകൾ. അവ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ ഏറ്റവും മഹനീയ സൃഷ്ടിയായ നാം ലോകത്തിൻ്റെ തിരക്കിൽ മുഴുകി അവനെ വിളിക്കാൻ സമയം കണ്ടെത്താറില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ പക്കലേക്ക് തിരിക്കണമേ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നിന്നെ മാത്രം ആശ്രയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. കരുണാമയനായ നാഥാനിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.